കുറച്ച് ദിവസം മുൻപ് മറ്റൊരു ഭാഷയിൽ കേട്ട ഒരു കഥയാണിത്. ചില ആളുകളുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ചെറിയ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ഒരു കടയിലേക്ക് വരികയാണ്. അവർ വന്നിട്ട് ഒരു 10 രൂപ ഈ കടക്കാരന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ദിവസം ബാലൻസ് തന്നതിൽ 10 രൂപ കൂടുതലുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഈ കടക്കാരൻ പറഞ്ഞു, നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം 5 രൂപയ്ക്ക് വേണ്ടി എന്നോട് ബാർഗെയിൻ ചെയ്തത്, പിന്നെ എന്തിനാണ് ഈ 10 രൂപയും കൊണ്ട് തിരിച്ചു വന്നതെന്ന്. അപ്പോ ആ സ്ത്രീ അതിനൊരു മറുപടി പറഞ്ഞു, ഈ 10 രൂപ എനിക്ക് അവകാശപ്പെട്ടതല്ല, നിങ്ങൾ അറിയാതെ എൻ്റെ കയ്യിൽ വന്നു പെട്ടതാണ്. ആ 5 രൂപയ്ക്ക് വേണ്ടി ഞാൻ ബാർഗെയിൻ ചെയ്തത് എൻ്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമുക്ക് അവകാശപ്പെട്ടതല്ലാത്തതൊന്നും നമ്മളുടെ മക്കളോ നമ്മളോ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ 10 രൂപ കൊടുത്ത് ഈ സ്ത്രീ തിരിച്ചു പോവുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഈ കടക്കാരന് വല്ലാത്തൊരു മാനസിക പ്രശ്നം തുടങ്ങുകയാണ്. അയാൾ അപ്പം തന്നെ കട അടച്ചിട്ട് കുറച്ച് കാശുമായിട്ട് വേറൊരു വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു. അയാൾക്ക് ഈ കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളിൽ നിന്നും അധിക ലാഭമാണ് എടുത്തത്, എനിക്കിപ്പോൾ വല്ലാത്തൊരു മനസ്താപം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിപ്പോൾ അടുത്ത മാസം ഞാൻ വരുമ്പോൾ തന്നാൽ പോരായിരുന്നു, ഞാൻ എല്ലാ മാസവും നിങ്ങളുടെ കടയിൽ വരുന്നതല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ല, ഇനി ഒരു മാസം വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതിനിടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, എൻ്റേതല്ലാത്ത, എനിക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു പണവും എൻ്റെ മക്കളോ ഞാനോ കഴിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. അയാൾ അവിടെ നിന്ന് പോയി. അപ്പൊ ഈ കാശ് മേടിച്ച ആൾക്ക് അയാൾക്കും ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം തുടങ്ങാണ്. അയാൾ അപ്പൊ തന്നെ ബാങ്കിലേക്ക് പോവാണ്. ബാങ്കിലേക്ക് പോയി അവിടെ നിന്നും ഒരു 13 ലക്ഷം അയാൾ വിഡ്രോ ചെയ്യാണ്. എന്നിട്ട് ഇയാൾ ഈ 13 ലക്ഷവുമായി ഒരാളുടെ വീട്ടിലേക്ക് ചെന്ന്, അപ്പോൾ ആ വീട്ടില് വീട്ടുകാരനില്ല, അദ്ദേഹം മരിച്ചുപോയി. ആ മരിച്ചുപോയ വ്യക്തി ഇദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ കയ്യിൽ നിന്നും ഇദ്ദേഹം കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. പക്ഷെ അയാൾ മരിച്ചു പോയത് കൊണ്ട് ഇയാൾ ഇത് തിരിച്ചു കൊടുത്തുമില്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ഇങ്ങനെ ഒരാൾക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടെന്ന്. കിട്ടിയത് ലാഭം എന്ന് കരുതി ഇയാൾ ഇത് ബാങ്കിൽ ഇട്ടിരിക്കുകയായിരുന്നു. ഈ പണവുമായിട്ടാണ് ഇദ്ദേഹം ഈ വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ സമയം ആ മരിച്ചുപോയ വ്യക്തിയുടെ ഭാര്യ വേറെ വീടുകളിൽ പണിക്കൊക്കെ പോയിട്ടാണ് കുട്ടികളെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ 13 ലക്ഷം ആ സ്ത്രീയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം മാപ്പ് പറയുകയാണ്, ഇത്രയും കാലം വരാത്തതിനും ഈ പണം തിരിച്ചു തരാത്തതിനും. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലേഡി തന്നെയാണ് കഥയുടെ തുടക്കത്തിൽ ഒരു 10 രൂപ ആ കടക്കാരനിക്ക് തൻ്റേതല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടു കൊടുത്തത്. കണ്ടോ, ഒരു ചെറിയൊരു പ്രവൃത്തി, ആ സ്ത്രീ ചെയ്ത ഒരു പുണ്യപ്രവൃത്തി ഒരുപാട് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാനായി സാധിച്ചു. ഇതുപോലെയാണ് നമ്മൾ ചിലപ്പോൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങളെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കും.